ഹലോ, ഞാൻ ഫാറൂഖ് പരേടത്താണ്. ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ ഷീറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയായിരിക്കും കാണിക്കുക. ഇതിൽ ഈ അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് കാണാം ചൂസ് ടെംപ്ലേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ്. അതിൽ നമ്മൾ ഈ ന്യൂ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിംഗ് ഏരിയ ഇവിടെ കണ്ടു. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്ന ഏകദേശം ആ രൂപം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു ട്രയൽ ബാലൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒരു ഹെഡ് കൊടുക്കണം. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു 4-5 കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിതൊന്ന് മെർജ് ചെയ്യണം. ഈ കോളം നമുക്കൊന്ന് മെർജ് ചെയ്യണം. മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലെ ഈ BA, അതേപോലെ അലൈൻമെൻറ്റ്, അതേപോലെ 4ാമത്തെ ഓപ്ഷൻ, ഈ 4ാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്ത ഭാഗം മെർജ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിൽ അടിയിൽ ഇതായി എൻ്റർ ടെക്സ്റ്റ്, ഇവിടെ നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോകണം. ട്രയൽ ബാലൻസ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു. ഇനി നമുക്ക് ഈ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യണം, ഇതിൻ്റെ കളറ്, അതേപോലെ അലൈൻമെൻറ്റ്, സൈസ് ഒക്കെ നമുക്ക് കൂട്ടണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഈ അടിയിൽ കാണുന്ന ബോൾഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബോൾഡ് ആക്കുന്നു. അതേപോലെ ഈ അലൈൻമെൻറ്റ് ഇതിൽ ഈ 2ാമത്തെ ഓപ്ഷൻ സെൻറ്റർ കൊടുക്കുന്നു. നമ്മൾ ഈ മുകളിലുള്ള A ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ A ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ ഇവിടെ ടെക്സ്റ്റ് മോഡൽ, അതേപോലെ ടെക്സ്റ്റിൻ്റെ സൈസ് നമ്മളിവിടെ ഒരു 18 സൈസ് കൊടുക്കണം. ട്രയൽ ബാലൻസ് ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ അതിന് കളറൊക്കെ ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കുക, യെല്ലോ ആക്കി കൊടുക്കുക, ഗ്രീൻ ആക്കുക, നമുക്ക് ഏതോ വേണ്ടത് അതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ കോളത്തിൽ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെയും ആണെങ്കിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യാം. നമുക്ക് യെല്ലോ, റെഡ് ഒക്കെ നമ്മളവിടെ ഫില്ല് ചെയ്തു, റെഡ് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നെയിം ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഹെഡും, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ക്രെഡിറ്റ്, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഹെഡ് കൊടുക്കുന്നു. ഇവിടെ ഇതൊന്ന് വലുതാക്കാം. നമുക്ക് വലുതാക്കണമെങ്കിൽ നമ്മൾ ഈ മുകളിലുള്ള A ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ആരോ ഒന്ന് വലിച്ചാൽ നമുക്ക് ഈ കോളം ഒന്ന് വിടുത്ത് കൂട്ടാം. മനസ്സിലായോ? ഇവിടെ ഇനി നമുക്ക് വേണ്ടത് ലെഡ്ജർ ഫോളിയോ ആണ്. ഒരു ചെറിയത് മതി ലെഡ്ജർ ഫോളിയോ, നമ്മൾ ചെറുതാക്കി കൊടുത്തു. ഇനി നമുക്ക് ഡെബിറ്റ് എമൗണ്ട്, പിന്നെ നമുക്ക് ക്രെഡിറ്റ് എമൗണ്ട്. ഇനി ഇവിടെ ഹെഡ് കൊടുക്കുക, നെയിം ഓഫ് അക്കൗണ്ട് എന്നുള്ള ഒരു ഹെഡ് കൊടുക്കുക. നെയിം ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ LF എന്ന് കൊടുക്കുന്നു, നമ്മൾ ലെഡ്ജർ ഫോളിയോ. ഇനി ഇതിൽ നമ്മൾ ഡെബിറ്റ്, അതേപോലെ
ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ഒന്നും കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മളിത് ഒന്ന് സൈസ് കൂട്ടണമെങ്കിൽ ഇതിൽ ഒരു 12 കൊടുക്കുക. സൈസ് കൊടുത്തു, LF 12 കൊടുത്തു, ഡെബിറ്റ് ഒരു 12 കൊടുത്തു, പിന്നെ ക്രെഡിറ്റും ഒരു 12 സൈസ് കൊടുത്തു. നമുക്കിതിൻ്റെ അലൈൻമെൻറ്റ്, നെയിം ഓഫ് അക്കൗണ്ടിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ ചെയ്തു, LF സെൻറ്റർ ചെയ്തു, ഡെബിറ്റ് സെൻറ്റർ ചെയ്തു, ഡെബിറ്റ് സെൻറ്റർ ചെയ്തു, ക്രെഡിറ്റ് സെൻറ്റർ ചെയ്തു. നമ്മളിത് കൊടുത്തു. ഇനി നമ്മളിവിടെ ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഹെഡുകൾ എഴുതുകയാണ്. ഇപ്പോൾ ക്യാഷാണ് നമ്മളെ ആദ്യത്തെ ഹെഡ്. ക്യാഷിന് ഡെബിറ്റ് എമൗണ്ട് ആണ് 2,18,000 നമ്മൾ കൊടുക്കുന്നു. ക്യാഷിന് എമൗണ്ട് കൊടുത്തു. ഇനി നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുന്നു. ക്യാപിറ്റൽ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലാണ് വരേണ്ടത്. ക്രെഡിറ്റ് കോളത്തിൽ 2,50,000 കൊടുക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഹെഡ് പർച്ചേസ് കൊടുക്കുന്നു. പർച്ചേസിൻ്റെ എമൗണ്ട് 2,000 ആണ്. 2,000 കൊടുക്കുന്നു. ഇനി നമ്മൾ ബാങ്ക് കൊടുക്കുന്നു. ബാങ്കിലെ എമൗണ്ട് ബാലൻസ് വരുന്നത് 27,500 ആണ്. 27,500 കാണിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് സെയിൽസ് കാണിക്കുന്നു. സെയിൽസിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൻ്റെ എമൗണ്ട് വരുന്നത് 3,500 ആണ്. 3,500 കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഫർണിച്ചറാണ്. ഫർണിച്ചറിൻ്റെ എമൗണ്ട് പറയുന്നത് 1,000 ആണ്. നെക്സ്റ്റ് വരുന്നത് റെൻ്റാണ്. റെൻറ്റിൻ്റെ എമൗണ്ട് റെൻ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിലാണ്. 2,500 ആണ്. അടുത്തത് നമുക്ക് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സും 2,500 ആണ്. ഡ്രോയിങ്സ്
ഡ്രോയിങ്സ് 2500. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കളർ കൊടുക്കാം. ടെക്സ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ഗ്രീനോ ഒക്കെ കൊടുക്കാം. അതേപോലെ ഈ അമൗണ്ടിന് നമുക്ക് വേണമെങ്കിൽ ഈ അമൗണ്ട് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഈ അമൗണ്ടിന് വേണമെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും കളർ കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു വേറൊരു കളർ കൊടുക്കാം. നമുക്കിതൊക്കെ ഇങ്ങനെ ഇതുപോലൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം അറിയോ, ഇതിനൊക്കെ നമുക്കൊരു ബോർഡറൊക്കെ കൊടുക്കാം. ഇത്രയും ഭാഗത്തിന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഈ ബോർഡർ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഔട്ടർ ബോർഡർ കൊടുക്കുന്നു. ഉണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ചെയ്യാം കേട്ടോ. ടോട്ടൽ ചെയ്യുമ്പോൾ ഇത് ഒന്നിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ബ്ലാങ്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അടിയിൽ ഫങ്ഷൻ കൊടുക്കുകയാണ്. ഈക്വൽ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓരോന്ന് പ്ലസ് ചെയ്യാം കേട്ടോ. ഈ ഫസ്റ്റത്തെ ഡെബിറ്റിലെ എമൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ കൊടുക്കുന്നു. രണ്ടാമത്തെ എമൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു, പ്ലസ് ബട്ടൺ കൊടുക്കുന്നു. മൂന്നാമത്തെ എമൗണ്ട് കൊടുക്കുന്നു, പ്ലസ് ബട്ടൺ കൊടുക്കുന്നു. നാലാമത്തെ എമൗണ്ട് കൊടുക്കുന്നു, പ്ലസ് ബട്ടൺ കൊടുക്കുന്നു. അഞ്ചാമത്തെ കൊടുക്കുന്നു, പ്ലസ് ബട്ടൺ കൊടുക്കുന്നു. ആറാമത്തെ കൊടുക്കുന്നു, പ്ലസ് ബട്ടൺ ആറാമത്തെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുന്നു. 2,53,500 അതാണ് അതിൻ്റെ കറക്റ്റ്. എന്ന പോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലൊരു ഈക്വൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു, പ്ലസ് ബട്ടൺ കൊടുക്കുന്നു, ഇതും കൊടുക്കുന്നു, ടിക്ക് കൊടുക്കുന്നു. 2,53,500. ഇപ്പം നമുക്ക് ഒരു ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇതിന് നമുക്ക് കളർ കൊടുക്കാം വേണമെങ്കിൽ. ഇത്ര വേണ്ട, നമുക്ക് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ സത്യത്തിൽ നമുക്ക് ഇതിന് ഈ എമൗണ്ടിന് വേണമെങ്കിൽ കളർ കൊടുക്കാം. സോറി, മഞ്ഞ കൊടുത്തു. മഞ്ഞയിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഇത് രണ്ടിനും മഞ്ഞ കൊടുത്തു. ഓക്കെ. എനിക്ക് അറിയുന്നൊരു രൂപം ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിലൊക്കെ ചെയ്യുക. ഇനി നമ്മളിത് എന്ത് ചെയ്യാണ്, ഇനി നമ്മൾ ഈ ചെയ്ത വർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യണം. ഇനി നമുക്കിത് സേവ് ചെയ്യാനും അതേപോലെ ഇതൊന്ന് വേറെ ഷെയർ ചെയ്യാനും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഷെയർ ആൻഡ് എക്സ്പോർട്ട് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സേവ് ആസ് കൊടുത്താൽ നമുക്ക് കുറേ ഫോർമാറ്റ് ഉണ്ട്. നമുക്കിതിൽ PDF ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ PDF ഡോക്യുമെൻ്റായിട്ട് നമ്മൾ സേവ് ചെയ്തു. മനസ്സിലായോ? ഇനി നമ്മളിത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷെയർ ആൻഡ് എക്സ്പോർട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെൻഡ് എ കോപ്പി എന്നുള്ളതുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. PDF ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇതാ നമ്മൾ എന്തായിട്ടും വാട്സപ്പിലാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സെൻഡ് ചെയ്യാം. നമ്മൾ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗൂഗിൾ ഷീറ്റ് നമ്മൾ മൊബൈൽ ഫോൺ വഴി യൂസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.